സൈഫുനിസ, താന്തോണിത്തുരുത്തിന്റെ ദുരിതം എന്താണെന്ന് അലി ഇപ്പോൾ കാട്ടിത്തരുകയായിരുന്നു. ആ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ സൈഫുനിസയ്ക്കൊപ്പമാണുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ നേരത്തെ എടുത്തത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. സമരം ഇങ്ങനെ തുടരുമ്പോഴും ജില്ലാ ഭരണകൂടം ഈ സമരത്തോട് മുഖം തിരിക്കുകയാണോ? കോർപ്പറേഷൻ അധികൃതരോ ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടോ? ഈ മനുഷ്യരെ കാണുന്നുണ്ടോ? സുജയ, ഇതുവരെ ഈ ജനപ്രതിനിധികളിൽ വന്നിരിക്കുന്നത് TJ വിനോദ് MLA ആണ്, കോൺഗ്രസിൻ്റെ MLA. അതല്ലാതെ ജില്ലാ കളക്ടറോ അതല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ മേയറോ അതല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. മണിക്കൂറുകളായി ഇവർ ഇവിടെ സമരം നടത്തുകയാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നവരെ കാണാം. കനത്ത വെയിലാണ്, അതുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ ഈ ജിഡയുടെ ഓഫീസിൻ്റെ കാർ പോർച്ചിൽ അഭയം തേടിയിരിക്കുകയാണ്. കാരണം അവിടെയാണ് കുറച്ച് തണലുള്ളത്. അവിടെ കയറി ഇരുന്ന് പ്രായമായവരും സ്ത്രീകളും ഒക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അമ്മ, പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം? അതെ, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങൾക്ക് തീരുമാനം അറിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഫണ്ട് വന്നം എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുവരെ ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾക്ക് വെള്ളം കയറി കിടക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് മെൻറ്റൂത്തിരിപ്പാണ്, വെള്ളം തേയിലാണ്. കയറുന്ന പോലെ ഇറങ്ങി പോണില്ല. അകത്തുനിന്ന് അവിടെ തന്നെ കിടക്കും, മുറിയിൽ തന്നെ കിടക്കും. ഭയങ്കര സ്പീഡിൽ വെള്ളം കയറും, അതുപോലെ ഇറങ്ങി പോണില്ല. ഞങ്ങൾ തേവയും 2 കൊച്ചുങ്ങളുണ്ട്, അതുങ്ങളെ നോക്കണം, വെള്ളവും തേക്കണം, വീട്ടിലത്തെ പണിയൊന്നും നടക്കണില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ ഓർത്ത്. ഇപ്പോൾ പോയാലും രാത്രിയാകുമ്പോഴേക്കും കൂടെ തന്നെ ഓടി കയറി വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. രാത്രി പിന്നെ വരണ്ടേ, 2 മണിക്ക് 3 മണിക്കൊക്കെ എനിക്ക് വരാൻ പാടില്ല. വെള്ളം എപ്പോഴും ഉണ്ടാവില്ലല്ലോ. വെള്ളം കൂലിക്കെടുത്തിട്ട് വേണം വന്നെങ്കിൽ. ആക്കും വെള്ളം ചെറിയ ചെറിയ വഞ്ചികളൊക്കെ ഉള്ളത്, വലിയ വെള്ളമൊന്നുമില്ല. അതാണ് സുജയ, ഞാൻ ഈ ദ്വീപ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കാഴ്ച എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കാരണം അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. നമ്മുടെ നീതിന്യായ പീഠമുള്ള ഹൈക്കോടതിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ് ഈ തുരുത്തുള്ളത്, താന്തോന്നി തുരുത്തുള്ളത്. ഈ താന്തോന്നി തുരുത്തിലേക്ക് ഗതാഗത മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ബോട്ടാണ്, വല്ലപ്പോഴും വരുന്ന ബോട്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെയാണ് ആ ദ്വീപ് കാണുന്നത്, ഈ തുരുത്തുള്ളത്. ആ തുരുത്തിൽ നിന്ന് ആ വരുന്നത് പോലെ വള്ളത്തിൽ വന്നാൽ മാത്രമേ ഇവിടേക്ക് എത്തൂ. അവിടെ നിന്ന് ഓടി ഇവർക്ക് വരാൻ കഴിയുന്ന ഈ സർക്കാർ സ്ഥാപനമായ ഈ ഗോശ്രീ ഐലൻഡ് അതോറിറ്റിയുടെ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ജിഡയുടെ ഓഫീസ് മാത്രമാണ്. അവിടെ നിന്ന് അവർ വള്ളത്തിൽ രാത്രിയായപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നവരാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരൊക്കെ. ഇവിടെ ഇപ്പോൾ ഇവർ ഭക്ഷണ സാധനങ്ങളടക്കം കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനമാകാതെ തിരിച്ചു പോകില്ലെന്ന്. കാരണം തിരിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ വേലിയേറ്റത്തിന് സമയമാണ്. വേലിയേറ്റം ശക്തമായിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ശക്തമാണ്. ഇപ്പോൾ അലി പറഞ്ഞതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടേക്ക് പോയിട്ടും കാര്യമില്ല. ജീവനും ജീവിതവും സംരക്ഷിക്കാനായി പെടാപ്പാട് പെടുന്ന മനുഷ്യരാണിപ്പോൾ ജിഡയ്ക്ക് മുന്നിൽ അവിടെ സമരം ഇരിക്കുന്നത്. അവരെ കാണാൻ കളക്ടറൊക്കെ ഒന്ന് തയ്യാറാകേണ്ടതാണ്. സൈഫുനിസ അലിയാറും അലി അക്ബർ ഷായുമാണ് വിവരങ്ങൾ നൽകിയത്.